ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ലോഗ്. ആഫ്റ്റർ എ സ്മോൾ ബ്രേക്ക് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നലെ ഈദായിട്ടൊരെണ്ണം ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ഇന്നലെ ആഘോഷിച്ചില്ല ഗൈസ്. നമ്മൾ ഇന്നലെ വെളിയിൽ നിന്ന് ഒരു ബിരിയാണി വാങ്ങിച്ച് കഴിച്ചു, ഞാനും ഉമ്മയും കൂടെ. അപ്പോൾ ഇന്ന് ഷാസ് വരുന്ന ദിവസമായിരുന്നു. ലൈക്ക് ഇന്ന് അവർ രാവിലെ എത്തി ദുബായിൽ നിന്ന്. അപ്പോൾ ഞാൻ വല്ലേ ഇനി കുറച്ച് സമയം ഇവിടെ നിന്നിട്ട് പോകാൻ പറഞ്ഞു. ബിക്കോസ് അവിടെ ഭയങ്കര സീരിയസ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നാരും വെളിയിൽ പറയുന്നില്ലെങ്കിലും ഇറ്റ്സ് നോട്ട് വെരി സേഫ് എന്ന് വേണമെങ്കിൽ പറയാം. അവർ മാക്സിമം ആൾക്കാരെ ഇങ്ങനെ ധൈര്യം കൊടുത്ത് വെച്ചേക്കണമെങ്കിലും നമ്മളിത് ന്യൂസിലൊക്കെ കാണുന്നതാണല്ലോ, അല്ലാതെ ഒരുപാട് റിപ്പോർട്ട്സ് വരുന്നുണ്ട്. അല്ലറ ചില്ലറ ഐസൊലേറ്റഡ് ഇൻസിഡൻറ്റ്സ് അവിടെ എന്തായാലും നടക്കുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഒരു 1-2 മാസത്തേക്ക് നമ്മുടെ നാട്ടിൽ തന്നെ സേഫായിട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മൾ ഇനി എന്തായാലും ഫുഡ് ബ്ലോഗിങ്ങിനും എല്ലാത്തിനും കമ്പനിയായി. ആൻഡ് നമ്മളിപ്പോൾ ദുരന്തർ കാണാൻ പോവുകയാണ്. ഞാനും കണ്ടില്ല, ഞാൻ എവൻ വരണവരെ വെയിറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഞാനും ദുരന്തറും ആടും ഒന്നും കണ്ടില്ല. പയ്യെ എല്ലാ സിനിമയും കാണണം. എവൻ ആടും ഒന്നുകൂടെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട്. അപ്പം നോക്കാം. എന്തായാലും ഇപ്പോൾ പോയി ദുരന്തർ കാണട്ടെ കേസ്. അതിന് മുമ്പേ എനിക്ക് കുറച്ച് കേസ് അവൻ കൊണ്ടുവന്നു, അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ കേസ്, അപ്പോൾ ഇനി കുറച്ച് നേരത്തേക്ക് എൻ്റെ മുഖം കാണണ്ട, ഞാൻ സാധനങ്ങൾ കാണിച്ചു തരാൻ എനിക്ക് കിട്ടിയത്. ഇത് നമ്മുടെ കയ്യിൽ വന്നിരിക്കുകയാണ് കേസ്, ഷവോമിയുടെ 17 അൾട്രാ ലൈക്ക് എഡിഷൻ. ഇവൻ്റെ കേസ് കൊണ്ടുവന്നില്ല. മിക്കവാറും ഇത് ഈ ലെതർ പോലത്തെ ഫിനിഷാണ്, അഴുക്കാവാൻ നല്ല ചാൻസ് ഉണ്ട് കേസ്. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടാ. ഈ മറ്റേ സൂം ചെയ്യാൻ പറ്റും റിങ് മറ്റേ സൂം ഫങ്ഷനാലിറ്റി ഉള്ള സംഭവമാണ്, അടിപൊളി. അത് അധികം യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ഇനിയിപ്പോൾ അങ്ങോട്ട് ഇത് വെച്ചായിരിക്കും പരിപാടികൾ. സാധനം കൊള്ളാം ഗൈസ്, അടിപൊളി. ലൈക്കയുടെ കുറച്ച് അതിൻ്റെ തന്നെ കുറേ ഫിൽറ്റർ പോലത്തെ സാധനമുണ്ട്, മറ്റേ സൈസിൻ്റെ അത് ഇതിലുള്ളതുപോലെ, വിവോയിലുള്ള പോലെ. ഇത് X300, ഇത് X300 Pro. അപ്പം എല്ലാത്തിൻ്റെയും കൂടെ പേര് നല്ല രീതിയിൽ കൺഫ്യൂസ് ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഇതാണ് ഗൈസ്, Xiaomi 15 Ultra. എല്ലാം കൂടെയൊക്കെ വെച്ച് വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ തിങ് ഈസ്, എനിക്കൊരു ഹെൽപ്പിന് ഒരാളെ വേണം ഗൈസ്. വീഡിയോ ഒക്കെ റീലൊക്കെ എടുക്കാൻ അത്യാവശ്യം നല്ലപോലെ അറിയാമെന്നുള്ള ആരെങ്കിലും, റീലെടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള കുറച്ച് കഴിവുള്ള ആരെങ്കിലും. ഞാനിങ്ങനെ ഒരു ഇൻറ്റേൺ പോലെ നോക്കുന്നുണ്ട്. സംബഡി ഹു ക്യാൻ ഹെൽപ്പ് മീ, എൻ്റെ കൂടെ കറങ്ങി നടക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറയൂ ഗൈസ്, നോക്കട്ടെ. അങ്ങനെ നോർമലി ഞാൻ വലിയ കംഫർട്ടബിൾ അല്ല അങ്ങനെ ഒരു സെറ്റപ്പിൽ, ബിക്കോസ് എൻ്റെ സംസാരമൊന്നും ശരിയാവില്ല ഒരാൾ നോക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ മെയിൻലി എനിക്ക് ഇനിഷ്യലി തന്നെ അതൊരു പ്രശ്നമായിരുന്നു. അപ്പം എന്തായാലും ഞാൻ നോക്കട്ടെ കേസ്. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളെ എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ റീലും സംഭവങ്ങളൊക്കെ ഇടാൻ സ്റ്റാർട്ട് ചെയ്യാം. ബേസിക്കലി ഫോട്ടോഗ്രാഫി റിലേറ്റഡ് സാധനങ്ങളും. അതാണ് എൻ്റെ പ്ലാൻ. എടുത്ത് ചാടി ഞാൻ ചെയ്യുന്നില്ല, ബിക്കോസ് ഒരിക്കൽ അതേപോലെ ചെയ്ത് ഞാൻ പണി വാങ്ങിച്ചതാണ് ഒരാളെ എടുത്തിട്ട്. അപ്പം അതുകൊണ്ട് തൽക്കാലം ഞാൻ കുറച്ച് ഇനി ആലോചിച്ചും കണ്ടും, അതായത് നമ്മളെ കൂടെ നിൽക്കും എന്ന് ഉറപ്പുള്ള ഒരാളെ മാത്രമേ ഇനി എടുക്കുന്നുള്ളൂ. സോ അങ്ങനെ ഒരു പ്ലാനിലാണ്. സോ ലെറ്റ് സി, അങ്ങനെ ആരെങ്കിലും കിട്ടുമെങ്കിൽ വി വിൽ കം അപ്പ് വിത്ത് മോർ ഫോട്ടോഗ്രാഫി വ്ളോഗ്സ് ആൻഡ് സ്റ്റഫ്. മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും ഇത് വെച്ചായിരിക്കും ഇതായിരിക്കും ഇനി എൻ്റെ സെക്കൻഡറി ഡിവൈസ്. ഐഫോൺ ആയിരിക്കും മെയിൻ. പിന്നെ ഇതാണ് എത്ര നാൾ കൊണ്ടു നടന്നത്, വിവോ. ഇത് അത്യാവശ്യം നൈസ് ഫോണാണ് കേട്ടോ. ഇതുമായിട്ടൊരു കമ്പാരിസൺ നൈസായിട്ട് വർക്കാവും. വിവോയും Xiaomi 17 Ultra. ഇത് പിന്നെ നമുക്ക് വെച്ചേക്ക്. ഇതിൻ്റെ വേണമെങ്കിൽ ഞാൻ സ്റ്റാൻഡ് അലോൺ ആയിട്ടൊരു സാധനം ചെയ്യാം. വലിയ ഡിഫറൻസ് വരില്ല, ബിക്കോസ് ഇതിനെക്കാട്ടി നല്ലതാണ്. അപ്പോൾ എന്തായാലും ഇതിനെക്കാട്ടി ഫങ്ഷനാലിറ്റിയും കൂടുതലുണ്ട് ഇതിൽ. സോ ലെറ്റ് സി, ഇത് രണ്ടും തന്നെ കമ്പയർ ചെയ്യാം. പിന്നെ വന്ന കേസ് വാങ്ങിയതിൻ്റെ പിന്നെ ഇതൊരെണ്ണമാണ്. ഇത് എനിക്ക് കൊണ്ടുവന്നതാണ്. കാറിൽ വെക്കുന്ന മറ്റേന്തോ മൊബൈൽ സ്റ്റാൻഡാണ്, അതെന്തോ ടോറസിൻ്റെയാണ്. ടോറസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇപ്പോൾ ലേറ്റ്ലി കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ ഇപ്പോൾ കുറച്ചൊത്തിരി ട്രെൻഡിൽ വരുന്നുണ്ട് കേസ്. ഇതിപ്പോൾ ദുബായിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ മാഗ്നറ്റ് ഇതുണ്ടല്ലേ നമ്മളെ മാക്സേഫ്, അതെടുത്തിട്ട് അറ്റാച്ച് ചെയ്ത് കാറിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വയ്ക്കാം. മറ്റേ ഗം ഊരിയിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്നു, അതിലിങ്ങനെ ഫോൺ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വയ്ക്കാൻ പറ്റും. സാധനം കൊള്ളാം കേട്ടോ. എന്തായാലും കാറിൽ ഫിറ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇതൊരു സാധനം. അതിൻ്റെ മാക്സേഫ് ഇല്ലെങ്കിൽ കണക്ട് ചെയ്യാനുള്ള റിങ്ങും ഉണ്ട്, മാഗ്നറ്റിക് റിങ് ആക്സസറീസ്. അപ്പോൾ കൊള്ളാം കേട്ടോ, നൈസ് സാധനം. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. വില കൊടുക്കണേന് വേർത്താണ് സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട്. സ്പീജിനൊരു വെല്ലുവിളിയാണ് കേസ്. ഇത് ഡെയിലി ഒബ്ജക്ട്സിൻ്റെയാണ്, നമ്മുടെ വയർലെസ് ചാർജർ. ഡെസ്കിൽ വയ്ക്കാൻ പറ്റിയൊരു സാധനമാണ്. ഇതും എനിക്കിന്ന് കിട്ടി. പിന്നെ ഉള്ളത് ഈ കേസ്, ടോറസിൻ്റെ കേസാണ് കേസ്, റൊട്ടേറ്റബിൾ സ്റ്റാൻഡ് കേസ്. ഇത് കൊള്ളാം. എനിക്ക് ട്രാൻസ്പെറൻറ്റ് കേസസാണ് കൂടുതൽ ഇഷ്ടം, ബിക്കോസ് ഓറഞ്ച് ഫോൺ ആയതുകൊണ്ട് ഇത് നൈസായിരിക്കും. ഇത് കൊള്ളാം. പിന്നെ ഇത് മറ്റേ നമ്മുടെ പഴയ മാക്കിൻ്റെ സാധനം. ഇത് കുറേ നാളെ ഓർഡർ ചെയ്തിട്ട്, എനിക്കും കാർത്തികിനും സെയിം സാധനം ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതും കിട്ടിയിരിക്കുകയാണ് കേസ്. ക്ലാസിക്കൽലെസ് കേസ്, സ്പീജൻ്റെയാണ്. ഇതിപ്പോൾ ഇന്ത്യയിൽ പെട്ടെന്ന് ആൾക്കാർക്ക് കിട്ടി തുടങ്ങി, പക്ഷേ കുറച്ച് വില കൂടുതലാണ് ഇന്ത്യയിൽ. ഇതിപ്പോൾ എന്തായാലും സാധനം കിട്ടി, ഇതിടാം ഇന്ന്. പിന്നെ ഈ ഒരു കേസ് ഡക്ക് ഹണ്ടില്ലേ പഴയ, ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി കേസ്. ഇതും ഡെയിലി ഒബ്ജക്ട്സ് തന്നെ കേസ്. ഡെയിലി ഒബ്ജക്ട്സിൻ്റെ ഇങ്ങനത്തെ പ്രിൻറ്റ് കുറേ ഉണ്ട്. സോ ഇറ്റ്സ് നൈസ്, കൊള്ളാം. ഇത് പക്ഷേ നല്ല വെറൈറ്റിയാണ് ഇതിട്ടുകൊണ്ട് നടക്കാനായിട്ട്. ഇതെല്ലാം ഐഫോണിൻ്റെയാണ് കേട്ടോ കേസ്. ഇതെല്ലാം ഐഫോണിൻ്റെ കേസുകളാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് മറ്റേ ഫ്രണ്ടിലെ നമ്മുടെ
ഇൻസ്റ്റാൾ മാസ്റ്റർ മറ്റേ ടോറസിൻ്റെ സാധനം മറ്റേ ഫോണിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ച് കഴിയുമ്പം നമ്മുടെ ഫ്രണ്ടിലത്തെ എന്താ പറയുക സ്ക്രീൻ ഗാർഡ് സ്ക്രീൻ പ്രൊട്ടക്ഷൻ സാധനം ഒട്ടിക്കാൻ പറ്റുന്ന സാധനമാണ്. നമുക്ക് തന്നെ ചെയ്യാവുന്നതായിട്ടും എന്തൊക്കെയാണ് എന്തെങ്കിലും ഒരു സാധനം ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ അപ്പോൾ വരും മണപ്പിക്കാൻ. പുതിയ എന്തെങ്കിലും ഒരു ഐറ്റം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വന്ന് മണപ്പിച്ചിട്ട് ഇതെല്ലാം അവനെ ഓണാക്കണം, അവൻ്റെ സ്വന്തമാക്കാനുള്ള. പിന്നെ പ്ലാസ്റ്റിക് കടിച്ച് തിന്നാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അവന്. പ്ലാസ്റ്റിക് തീറ്റി അയ്യോ പിന്നെ മണപ്പിക്കുകയാണ്. എല്ലാ സാധനങ്ങളും പുതുതായിട്ട് വീട്ടിൽ വന്നതെല്ലാം അവന് മണപ്പിച്ച് അവന് ബോധ്യപ്പെടണം, എന്നാലേ അവന് സന്തോഷമാവും. സ്നേഹം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് പിന്നെ എനിക്ക് മറ്റേ ഇത് കിട്ടി, അസാറോ ഹോണ്ടഡ്, അതാണ് എൻ്റെ ഫേവറേറ്റ് പെർഫ്യൂം. അപ്പോൾ അതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ദുബായിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ. സോ മെയിൻലി കിട്ടിയതിൽ സന്തോഷിക്കുന്നത് ഈ സാധനമാണ് ഗൈസ്. ഇത് ഞാൻ കുറച്ച് നാളായിട്ട് അവൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു. ആൾക്കാരും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഞാൻ പറ്റില്ല, അവൻ്റെ മൊബൈൽ റിവ്യൂ ഒന്നും ചെയ്യാത്തതുകൊണ്ട് അവൻ മനഃപൂർവ്വം എനിക്ക് തരാത്തതാണ്. അപ്പോൾ ഇങ്ങനെ ഫൈനലി ഇത് കൊണ്ടുവന്ന് Xiaomi 17 Ultra. ലെറ്റ് സീ ഗൈസ്, ഇനി അത് വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് റീലുണ്ടാക്കലും വ്ളോഗ് ഉണ്ടാക്കലും ആയിരിക്കും ഇനി എൻ്റെ പരിപാടി. സോ വെയിറ്റ് ആൻഡ് വാച്ച്. ഫോട്ടോഗ്രാഫിയിൽ ഇടയ്ക്കിടയ്ക്ക് കുറേ സാധനങ്ങൾ വരും. ഫുഡ് വ്ളോഗ് ഉണ്ട്, ബട്ട് ബേസിക്കലി ഞാൻ ഫോട്ടോഗ്രാഫിയിലോട്ടാണ് ഗൈസ്. കുറേ ഫോട്ടോഷൂട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബാക്ക് ടു ഫോട്ടോഗ്രാഫി എന്നുള്ളൊരു സംഭവമാണ്. അപ്പം ലെറ്റ് സി. ഇനിയിപ്പോൾ എൻ്റെ ഫോട്ടോഗ്രാഫി പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വർക്ക് കാണാൻ പറ്റും. ബിക്കോസ് ഞാൻ അതിലായിരിക്കും കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ ബാക്ക് ഇൻ ആക്ഷൻ വ്ളോഗും എന്തായാലും ഉണ്ടാവും ഗൈസ്. ഫുഡിൻ്റെതും ഫ്രണ്ട്സായിട്ട് കറങ്ങുന്നതും ഒക്കെ എന്തായാലും ഉണ്ടാവും. പിന്നെ കുറേ ചോദിക്കുന്നത് ഫുൾ പെണ്ണുങ്ങൾ മാത്രമേ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുള്ളൂ. അതൊക്കെ എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ്. ഞാൻ റാൻഡംലി മറ്റേ റോഡിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നവരല്ല. പിന്നെ ഞാൻ ഒത്തിരി കംഫർട്ടബിൾ ആയിട്ടുള്ളവരുമായിട്ട് മാത്രമേ എനിക്ക് അങ്ങനെ പുറത്തിറങ്ങിയാൽ സംസാരിക്കാൻ തന്നെ പറ്റത്തുള്ളൂ. അപ്പോൾ റാൻഡമായിട്ട് എനിക്കും ആഗ്രഹമുണ്ട് ആണുങ്ങളെയൊക്കെ പരിചയമില്ലാത്തവരെയൊക്കെ വിളിച്ചിട്ട് അത് ഭയങ്കര ഓക്വേർഡ് ആവുകയെ. അതുകൊണ്ടാണ്. മറ്റൊന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരെയൊക്കെ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ നേരിട്ട് കാണുന്നത്. അത് ഞാൻ വ്ളോഗിൽ കൊണ്ടുവന്നിട്ട് അത് എനിക്കൊരു കണ്ടൻറ്റാണ്, അവർക്ക് വലിയ പ്രശ്നമില്ല. ഫുഡീസ് ആയിട്ടുള്ളവരെ മാത്രമേ കൊണ്ടുവരാറുള്ളൂ. അപ്പം അത്യാവശ്യം ഫുഡ് കഴിക്കുന്നതും സംസാരിക്കുന്നവരായിട്ടുള്ളവരെ ഞാൻ കൊണ്ടുവരും. ബേസിക്കലി ഇതൊക്കെ ഞാൻ എൻ്റെ ആ ഒരു ഫോട്ടോഗ്രാഫി ഫീൽഡിൽ നിന്ന് കിട്ടുന്ന ഫ്രണ്ട്സാണ്. ആരും അത് കണ്ട് എന്താ പറയുക അത്ഭുതപ്പെടയൊന്നും വേണ്ട. മിക്കവാറും ഞാൻ കുറേ കമൻറ്റ് കണ്ടായിരുന്നു, അതിന് ബ്രോ ഇൻട്രോവേർട്ടാണെന്നുണ്ട് ഇത്രയും പെണ്ണുങ്ങളെ എങ്ങനെ അറിയാമെന്നൊക്കെ ചോദിച്ചിട്ട്. ഗൈസ് അത് ഞാൻ പറ്റില്ല, അത് എൻ്റെ ഫീൽഡ് ഓഫ് വർക്ക് അങ്ങനെയാണ്. ഐ യൂസ് ടു വർക്ക് വിത്ത് മോഡൽസ്. സോ അതിൻ്റേതായിട്ട് ഉള്ള പരിപാടികളാണ്. സോ നത്തിങ് ടു ബി ഞെട്ടി തരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറ്റില്ല അങ്ങനെ എല്ലാവരുമായിട്ട് അങ്ങനെ ടച്ചിലിരിക്കുന്ന ഒരാളുമല്ല. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ എനിക്ക് വ്ളോഗിൽ വരാൻ താല്പര്യമുള്ളവരെ ഞാൻ വ്ളോഗിൽ കാണിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ശരി ഗൈസ്, നമ്മൾ ദുരന്തർ കണ്ടിട്ട് വരാം. ബൈ. യുദ്ധഭൂമിയിൽ നിന്നൊരു ബഡൻ കൊച്ചിയിലോട്ട് വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ടാ മിസൈലൊക്കെ പറയണത്? ഇവനാണെങ്കിൽ അവിടെ എല്ലാവരും പറയണത് ഒരു കുഴപ്പമില്ലെന്നാണ്. ഇവനാണെങ്കിൽ ഉറക്കാൻ പോലും ഇല്ല, ഫുൾ ടൈം മറ്റേ അലാറമാണെന്ന് കേസ്, മറ്റേ എന്തെന്ന് സൈറൻ. അതാ ഈ രാത്രി ഇടയ്ക്കിടയ്ക്ക് ഇത് വരുമ്പോൾ നമ്മളെ ഉറക്കം ഫുൾ. ഇതേപോലെ തന്നെയാണ് കേസ് ഖത്തറിലും. എൻ്റെ സിസ്റ്ററിന് അവിടെയും വെളുപ്പാൻ രാവിലെ ആകുമ്പോൾ സൈറൻ. ഉറക്കമൊന്നും കിട്ടൂല ആൾക്കാർക്ക്, ഭയങ്കര സീനാണ്. ഇനിയിപ്പോ അത് എത്ര നാളത്തേക്ക് ഉണ്ടാവുന്നതാണ്. ചിലപ്പോൾ കുറച്ചും കൂടെയൊക്കെ തീവ്രമാവുന്നൊക്കെ പറയുന്നുണ്ട്. അതെ, ഇത് കുറച്ചുകൂടെ ഇന്റൻസ് ആവാനുള്ള ലക്ഷണമുണ്ട് കേസ്. ഇപ്പൊ ഒരു എനർജി വാറാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, കംപ്ലീറ്റ് ഒരു ബിസിനസ് സെറ്റപ്പാണ് ഇത്. വാറെന്ന് പറഞ്ഞാൽ ആർക്കും വേറൊരു ലാഭം ഉണ്ടാവുന്നതല്ല. ബേസിക്കലി ഇത് തന്നെയാണ്. ഈ ഗൾഫ് സെക്ടറിന്റെ മൊത്തം എനർജിയും കോളാവും. അവരുടെ ഇപ്പൊ ഖത്തറിന്റെ എത്രയോ GDP അടുത്ത വർഷം താഴും എന്നൊക്കെ പറഞ്ഞു. നല്ല രീതിയിൽ ജീവിച്ചോണ്ടിരുന്നതെല്ലാം അമേരിക്കയും ഇസ്രായേലിന്റെയും വാർ കൊതി കാരണമാണ് കേസ്. അവന്മാര് എത്ര ബില്യൺ. ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു പദ്ധതി ഉണ്ട്. ആ പദ്ധതി ഉണ്ടാക്കാനാണ് ഈ നടക്കുന്നത്. നമ്മളെയൊക്കെ വൈകുന്നേരം അത് ശരിയാണ്. നാട്ടുകാരെ പാവപ്പെട്ട മനുഷ്യരാണ് അനുഭവിക്കുന്നത്. ഇതൊന്നും യവന്മാരെ അറിയില്ല. ഇനി പിന്നെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേസ്. നമ്മളത് പിന്നെ എന്തും വിളിച്ചു പറയാൻ. അത് ശരിയാണ് കേട്ടോ. അവിടുത്തെ ഒരു സിറ്റുവേഷൻ ഒന്നും അങ്ങനെ ഫോട്ടോയും വീഡിയോയും ഇപ്പോൾ എടുക്കാനായിട്ട് അവർ സമ്മതിക്കാറില്ല. സോ ഇറ്റ്സ് വെരി കോൺഫിഡൻഷ്യൽ ആയിട്ട് അവർ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ആരും അവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സ് ഒന്നും അധികം പറയൂല. അതാണ് സീൻ. അപ്പോൾ എന്തായാലും ഗൈസ് എന്തായാലും 1 മാസത്തേക്ക് ഇവിടെ കാണുമെന്ന് തോന്നുന്നു അല്ലേ? 1 മാസം. അപ്പോൾ ഫുൾ ഫുഡ് അടിക്കാൻ പോകാനുള്ള ഒരാളായി. ആദ്യം നമുക്കൊരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട് ഗൈസ് കൊച്ചി. അത് നമ്മുടെ ക്രോഫ്റ്റിലാണ്, നമ്മുടെ സെറനോയിൽ. അപ്പം അവിടെ പോയി നമ്മൾ ഫുഡ് അടിക്കുന്നതായിരിക്കും. നമ്മളെ ഫ്രണ്ടാണ് തുടങ്ങിയിരിക്കുന്നത് ഗൈസ്. അപ്പം പോയിട്ട് വരാം ഗൈസ്. ദുരന്തറിൻ്റെ അവിടെ പോണേ. ബൈ ഗൈസ്. ദുരന്തർ കണ്ടിട്ട് നമ്മൾ ഡിസ്ട്രിക്ട് 7 വന്നിരിക്കുകയാണ്. ഡിസ്ട്രിക്ട് 7 വന്നപ്പം ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ലിമിറ്റഡ് മെനുവേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പം വിചാരിച്ച എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് നമ്മളെ നാട്ടിൽ. പൂവർ മാൻ മിസൈൽ മേടിച്ചു ഇവിടെ വന്നപ്പോൾ ഗ്യാസ് ഇല്ല.
ഇവിടെ നിന്ന് വല്ല ബ്രെഡൊക്കെ വെളിയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വരേണ്ടി വരും ഗൈസ്. അപ്പോൾ അങ്ങനെ ഗൈസ് നമ്മൾ 2 ഗ്രിൽഡ് ചിക്കനും സാധനങ്ങളും കണ്ടുണ്ട്. ഇവിടെ നിറച്ചും ജനം, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഒളിച്ചിരുന്ന് സംസാരിക്കുന്നത്. ദുരന്തരം കണ്ടു, ഞാൻ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാം. ഞാൻ വീട്ടിൽ എത്തിയിട്ട് പറയാം അതിനെ പറ്റിയുള്ളത്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് റിവ്യൂ പറയാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ അല്ല. അപ്പോൾ എന്തായാലും ഫുഡ് വരട്ടെ ഗൈസ്, കാണാം. ദുരന്തരം എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, അത് അതിൻ്റെ റിവ്യൂ കാണാമോ? കുഴപ്പമില്ല. മറ്റത് പറ, സിനി പോളിസിൽ നമ്മൾ കാണാൻ പോയത്. എനിക്ക് VIP എടുത്ത് ടിക്കറ്റ് എടുത്താൽ ഞാൻ ഒന്നാമത്തെ കാര്യം, ഈ VIP ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടിക്കറ്റിന് 1000 രൂപയാണ്. അപ്പോൾ നമ്മൾ ഈ 1000 രൂപയ്ക്ക് എനിക്ക് മറ്റേ കിടന്നു ഉറങ്ങിയൊന്നും കാണണ്ട. 4 മണിക്കൂർ ഉണ്ടായിരുന്നു പടം, അതുകൊണ്ടാണ് VIP എടുത്തത്. മിനിമം ഒരു എന്താ പറയുക, ഡോൾബി 7.1 എന്ന് പറഞ്ഞ സാധനത്തിന് ഒരു ബേസിക് അറ്റ്മോസ്ഫിയർ തരണ്ട. 7.1-നൊരു വില തന്നിട്ട് ആ പ്രോപ്പറായിട്ട്, മറ്റത് ഒരുത്ത കുശു കിട്ടത് പോലെയാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോയിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞുകൊണ്ട് നമ്മൾ മറ്റേ യാരിയൊന്നും കേൾക്കണില്ലേ, മറ്റേ അവന്റെ ഡയലോഗും സംസാരം മാത്രം എൻഹാൻസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മൊത്തം കട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ക്രീൻ തല്ലിപ്പൊളി ഒരു എക്സ്പീരിയൻസ്. സെക്കൻഡ് ചെയ്യണില്ലല്ലോ എന്നാണ്. സെക്കൻഡ് ഹാഫിൽ നമ്മുടെ സൈഡിൽ നിന്ന് ചേട്ടൻ ഭ്രാന്തെളുത്തി അടി വിളിച്ചപ്പം ഹൈ വോളി ആക്കി കൊണ്ടുവന്നു. ഇതാണ് നമ്മളെ സ്റ്റാർട്ടറാണ് ഗൈസ്, കാന്താരി മുളകിട്ടായിരുന്നു. നമ്മളെ ബാക്കി തെറിവിളി നമ്മളിത് കഴിച്ചിട്ട് വരാം. ഇതാണ് ഇവര് സത്യം പറഞ്ഞാൽ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഗ്രില്ലിൽ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാന്താരി ചിക്കൻ. ഫോർക്കൊക്കെ വെച്ച് കട്ട് ചെയ്യാനായിട്ടുള്ള സമയമില്ല. കാണാൻ പറ്റുന്നുണ്ട് എന്നെ, ബ്ലറല്ലല്ലോ. കുറച്ച് എരിവുണ്ട്, ഒട്ടുമില്ല. യമ്മി. അത് ഗ്രില്ലിൽ വെച്ച് ഇത് ചെയ്തുകൊണ്ട് നല്ല സ്മോക്കി ഫ്ലേവർ ഉണ്ട് കേട്ടാ. പക്ഷെ കൊള്ളാം, നല്ല ടേസ്റ്റ്. ആ മസാലയ്ക്ക് നല്ല ചിക്കൻ കൊള്ളാം കഴിച്ച്. നമ്മളിത് കഴിച്ചിട്ട് വരാം. കാന്താരി ചിക്കൻ നൈസ്. ടർക്കിഷ് ചിക്കൻ ഓർഡർ ചെയ്തു. ഇഷ്ടപ്പെട്ടു. അതൊക്കെ മറ്റേ ഗ്രില്ലാണ് കേസ്, ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഫുൾ ബാർബക്യൂ ചെയ്തതാണ്. അതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ ടേസ്റ്റാണ്. ഞാൻ ഓർഡർ ചെയ്തത് സിറാച്ച ചിക്കൻ. ഞാനും അത് ഓർഡർ ചെയ്താൽ മതിയായിരുന്നു. നല്ല മടമടാൻ തിന്നുന്നുണ്ട്. കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം ഗൈസ്. ഒരു കൈ കൊണ്ട് എല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് കഴിച്ചിട്ട് വരാം ഗൈസ്. ഒറ്റ കൈ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ അടുത്ത ഷോട്ടിൽ കഴിച്ചു നോക്കാം. സിറാച്ച ചിക്കൻ ഒറ്റക്കൻ തിന്നെയാണ്. അവൻ്റെ ടർക്കിഷ് ചിക്കൻ കഴിച്ചോ. കൊള്ളാം. വെറുതെ അല്ല, ഒന്നും മിണ്ടായിരുന്നു തിന്നോണി. അമ്മി കഴിച്ചിട്ട് വരാം. അപ്പോൾ കഴിച്ച് നമ്മൾ ഫുഡൊക്കെ അടിച്ചു. ഇനി വീട്ടിൽ പോവാണ്. ഇന്നത്തേക്ക് ദിവസത്തേക്കായി. ഇനിയിപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നിട്ട് സൈൻ ഓഫ് ചെയ്യണതിന് മുമ്പേ ഞാൻ പറയാം ദുരന്തരം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇതിൽ തന്നെ ഞാൻ പറയാം. ഞാൻ സെപ്പറേറ്റായിട്ട് വീഡിയോ ഇടുന്നില്ല. സോ വീട്ടിൽ എത്തിയിട്ട് കാണാം. ബൈ. ഗ്യാസ് ഇല്ലാതെ വിഷമിക്കുന്ന ഒരു മുതലാളി പാവം ഗ്രില്ല് ചെയ്ത് കളിക്കുകയാണ്. അപ്പോൾ അവിടെ വേണം നിറച്ചും ഗ്രില്ലിൻ്റെ കളി. പോകാം, കുഴപ്പമില്ല. എല്ലായിടത്തും അൽഫാമൊക്കെ തന്നെ, കുഴിമന്തിയും അൽഫാമൊക്കെ തന്നെ ഇപ്പോൾ വിറ്റ് പോകണം. കുഴിയിനകത്തും കിട്ടാതെയല്ലോ. ബിരിയാണിയൊക്കെ വിറകടുപ്പിലായി. ഗ്രില്ലില് പുലാവ് ഉണ്ടാകും, അതാണ് സെറ്റ്. എന്തായാലും നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവട്ടെ എന്ന് വിശ്വസിക്കുന്നു. പെട്ടെന്ന് നമ്മൾ വരാം ബാക്കി സാധനങ്ങൾ തിന്നാൻ. ഗുഡ് നൈറ്റ്. അപ്പോൾ അതാണ് ഗൈസ്, ഹോട്ടലുകളിലെല്ലാം ഒരു പേജ് മെനു ഒക്കെ ആയി. പിന്നെ എല്ലാം ഗ്രില്ല് ചെയ്ത് കഴിക്കുന്ന സാധനങ്ങൾ മാത്രം. ഇവിടത്തെ കുറെ എണ്ണത്തിന് പുച്ഛമാണ് യുദ്ധം. മറ്റേ നമ്മളാണ് കരയുമ്പോൾ മനസ്സിലായടാ. എനിക്കറിഞ്ഞൂടാ ഗൈസ് ആരാണെന്ന്. ഏതായാലും ബൈ ഗൈസ്, നമ്മൾ വീട്ടിൽ എത്തിയിട്ടാണ് ഗൈസ്. ബൈ. അങ്ങനെ ഗൈസ് ബാക്ക് ഹോം. അങ്ങനെ ദുരന്തർ കണ്ടായിരുന്നു. പക്ഷേ നമുക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിനി പോളിസിലെ മറ്റേ എന്തോന്ന് VIP സെറ്റപ്പിലാണ് പോയി കാണാൻ പോയി. പക്ഷേ 4 മണിക്കൂർ പടമല്ല, അപ്പോൾ സീറ്റിംഗ് കുറച്ച് ഇത്തിരി കംഫർട്ടബിൾ ആയിക്കോട്ടെ എന്ന് വെച്ചു. 7.1 ചാനൽ ഓഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയപ്പോൾ ഗൈസ് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഇല്ല, സംസാരം മാത്രമേ ഉള്ളൂ. ആ ലെവല് വൃത്തികെട്ട ഓഡിയോ സിസ്റ്റം ആ പടത്തിൻ്റെ മൂഡ് തന്നെ കളഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.
പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഗ്ലിച്ച് ഒഴിച്ച്, ബിക്കോസ് ഞാൻ എന്തായാലും ഇത് ഒന്നുകൂടെ കാണും ഗൈസ്, ഒന്നുകൂടെ പോയിട്ട് ഏതെങ്കിലും നല്ല വല്ല ഫോറത്തിലോ വല്ലതും പോയി പ്രോപ്പറായിട്ട് തന്നെ കാണാം, അല്ലെങ്കിൽ ശരിയാവില്ല. പക്ഷെ പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്, നൈസ് അടിപൊളി പടം. അതായത് ഫസ്റ്റിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ സാധനം. ഇതിൻ്റെ എൻഡിങ് ഇതോടെ തീർന്നു ഗൈസ്. ഇനി വേറെ ഒരു ദുരന്തമില്ല. ഇടയ്ക്ക് ന്യൂസിലൊക്കെ വന്ന പോലെ, ന്യൂസിലല്ല ലീക്ക് വന്ന പോലെ 3-ാം ഭാഗമൊന്നുമില്ല. അപ്പോൾ ഇത് തന്നെയാണ് എൻഡിങ്ങും കൺക്ലൂഷൻ ഇത് തന്നെയാണ്. പക്ഷെ രൺവീർ സിംഗ് അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ റൈറ്റിംഗ് ഡയറക്ഷനൊക്കെ പൊളി ഗൈസ്. പുള്ളിക്കാരൻ ആദിത്യ ധർ എന്ന് പറഞ്ഞ പുള്ളിക്കാരന് ഫുൾ ഹാറ്റ്സ് ഓഫ് ഇങ്ങനെ ഒരു പടം എടുത്തത്. പാട്രിയോട്ടിക് പ്രോ മാക്സ് ആണ് ഈ സാധനം. ഗൂസ് ബമ്പ് ഗ്യാരണ്ടീഡ് ആണ് ഗൈസ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ പ്രൊപ്പഗാൻഡ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ രീതിയിൽ കാണാതിരുന്നു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ മേക്ക് എനി എന്താ പറയുക ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതൊരു സ്പൈ പടം പോലെ അങ്ങ് കണ്ടുപോയാൽ മതി. ബിക്കോസ് അവർ തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ ഫിക്ഷണലാണ്. പിന്നെ റെഫറൻസ് അവർ അവിടെ ഇവിടെ നടന്ന സംഭവങ്ങളെയൊക്കെ റെഫറൻസ് എടുത്ത് വെച്ചിട്ട് ഇയാളുടെ ഭാവനയിൽ അതിനെ മൊത്തത്തിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു സാധനം ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ല? അപ്പോൾ ഇതൊക്കെ ഒറിജിനൽ ആണോ ഇല്ലേ എന്നൊന്നും അയാൾ തന്നെ പറയണില്ല അത് സത്യമാണെന്നുള്ളത്. ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി അതിൻ്റെ നമ്മൾ മറ്റേ പടം തുടങ്ങുമ്പോൾ തന്നെ അതിൽ പറയണുണ്ട് കംപ്ലീറ്റ്ലി ഫിക്ഷണൽ ആണെന്നുള്ളത്. ഒരു പാർട്ടിയെ ഒന്നുമായിട്ട് ഒരു ബന്ധമില്ല എന്നും പറയണുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അത് കാണിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ആ ഒരു നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളും എല്ലാം അത് കണക്ട് ചെയ്തിട്ട് അത് റെഫറൻസ് വെച്ചിട്ട് ഈ ഒരു സ്റ്റോറി ലൈൻ അവർ ഇത് നല്ല ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നല്ല എന്താ പറയുക, നമുക്കതിന് ഭയങ്കരമായിട്ട് കൺവിൻസിങ്ങും ആണ്. മനസ്സിലായില്ലേ? ആ ഒരു രീതിയിൽ പുള്ളിയുടെ ഒരു ഭാവനയിൽ വന്ന സാധനം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എൻഡ് ഓഫ് ദ ഡേ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഗൂസ് ബംസ് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ലെവൽ ഓഫ് എൻഡിങ്ങും സാധനങ്ങളും ഫൈറ്റ് സീൻസ് ആയാലും ഇവൻ്റെ ആ ഒരു എന്താ പറയുക ഇവൻ്റെ ആ ഒരു മിഷൻ എങ്ങനെ അവൻ കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു പ്രോസസ്സൊക്കെ കിട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട്. രൺവീർ സിംഗിൻ്റെ എനിക്ക് തോന്നുന്നു കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഡിസിഷനാണ് ഈ ഒരു പടം എടുത്ത് ചെയ്തത് ലീഡായിട്ട് ചെയ്തത്. ഹി ഹാസ് പ്രൂവ്ഡ് നല്ല രീതിയിൽ. ഈ ഫസ്റ്റിൽ അധികം സ്പൈ ആയിട്ട് തന്നെ അങ്ങ് ജീവിച്ചെങ്കിൽ ഇതിൽ സെക്കൻഡിലാണ് കുറച്ചൊരിത്തിരി എന്താ പറയുക ഡയലോഗ്സ് ആയാലും ആക്ഷൻ ആയാലും എല്ലാം പുള്ളിക്കൊരു മൊത്തം രൺവീർ പടമാണ് ഈ ഒരു പടം. അപ്പം ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 4 മണിക്കൂറൊക്കെ പോയത് അറിഞ്ഞില്ല, പറന്നുപോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആ കൂടെ ഈ സിനിപോളിസിൻ്റെ പൊട്ട സൗണ്ട് സിസ്റ്റം ഇല്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ ഇത് എലവേറ്റഡ് എക്സ്പീരിയൻസ് കിട്ടേണ്ടതാണ്. നമ്മൾ പൈസയ്ക്ക് വേണ്ടി റീഫണ്ടിന് വേണ്ടി അടിയൊന്നും കൂടിയില്ല. ഓൾറെഡി ഇൻ്റർവെല്ലായപ്പോൾ കുറേ പേരൊക്കെ പോയി തെറിയൊക്കെ വിളിച്ച് എനിക്ക് തോന്നുന്നു ചെറുതായിട്ടൊന്ന് അവന്മാർ സൗണ്ട് കൂട്ടി. അല്ലാതെ സത്യം പറഞ്ഞ കേസ് എനിക്ക് തോന്നുന്നു അവിടുത്തെ ആ ഒരു ഐമാക്സ് സ്ക്രീൻ മാത്രമേ കൊള്ളാമെന്ന് തോന്നുന്നു. അത് പിന്നെ ആ സീറ്റ് അൺകംഫർട്ടബിൾ ആയതുകൊണ്ടാണ് അത് എടുക്കാത്തത്. അതിപ്പോൾ അബദ്ധമായി. ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് നോക്കാതെ എടുത്തിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് സൗണ്ട് ക്വാളിറ്റിയെങ്കിലും നൈസാണ്. അപ്പോൾ എന്തായാലും ദുരന്തർ കണ്ട് കേസ് നല്ല പടം. നിങ്ങളെല്ലാവരും മസ്റ്റ് വാച്ചാണ് ഈ പടം. ബിക്കോസ് കുറേ അടിപൊളി സീനുകളും ഉണ്ട്, നൈസ് മൊമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് ആസ് എൻ ഇന്ത്യൻ വി ഫീൽ പ്രൗഡ്. മനസ്സിലായില്ല? ഇത് കാണുമ്പം കുറേ കാര്യങ്ങളൊക്കെ ഇറ്റ്സ് വളരെ സത്യമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അതിൽ നമുക്ക് തന്നെ മനസ്സിലാവുന്നത് അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കുറേ പ്രൗഡ് മൊമെൻറ്റ്സും ഫീൽ ചെയ്യും കുറേ കാര്യങ്ങളിൽ. അപ്പോൾ കുറച്ച് സീനിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മുടെ ആ ഒരു പാട്രിയോട്ടിസം ഉണർന്നിങ്ങി വരും. മനസ്സിലായില്ലേ? ആ ലെവൽ ഓഫ് ഗൂസ് ബംസ് ഗ്യാരണ്ടീഡാണ്. ഡയറക്ടർ അത് നല്ല രീതിയിൽ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് മാക്സിമം എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? വില്ലന്മാരായാലും എല്ലാവരും അവരുടെ പാട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട്. പക്ഷേ ഇത്രയൊക്കെ വില്ലന്മാർ ഈ പടത്തിലുണ്ടെങ്കിലും കഴിഞ്ഞതിലുള്ള അക്ഷയ് കന്നേര ആ ഒരു ഫാക്ടർ ഉണ്ടല്ലോ, അത് ഈ പടത്തിലില്ല ഗൈസ്. ആ പടം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോയത് അക്ഷയ് കന്നയുടെ ഒരൊറ്റ ഓറയിലാണ്. മനസ്സിലായില്ലേ? അത് നത്തിങ്. ഈ ഒരു പടത്തിൽ അങ്ങനത്തെ ഒരു സാധനവും നമുക്ക് കാണാൻ പറ്റൂല. വില്ലന്മാർക്കും ഇല്ല ഒരു ഓറ. രൺവീർ സിംഗ് പിന്നെ ഒബ്വിയസ്ലി ഹീസ് എ ലീഡ് ക്യാരക്ടർ. പക്ഷെ ഞാൻ പറഞ്ഞേ മറ്റേ ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു വില്ലൻ തൂക്കിയിടേ ആ പടം. മനസ്സിലായില്ലേ? ഇവെന്തോ ഫിക്ഷണൽ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു പവർ നിങ്ങൾ ആലോചിച്ചോണം. ഫസ്റ്റിൽ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ ഉണ്ടാക്കിയത്, അക്ഷയ് കന്നേര ക്യാരക്ടർ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ്, അത് സെക്കൻഡിൽ യു വിൽ നോട്ട് ഫീൽ ഇറ്റ്. ആ ഒരു ഇമ്പാക്റ്റ് ഒന്നും ഇല്ല ഇതിൽ. അങ്ങനെ നമുക്ക് ആ ഒരു അത്രയ്ക്ക് ഭയങ്കര എന്താ പറയുമല്ലോ വലിയൊരു വില്ലനൊന്നും അല്ല. അർജുൻ രാംപാലാണ് ഇതിലെ മെയിൻ വില്ലൻ. പക്ഷെ പോരാ, അത്രയ്ക്കൊന്നും നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഇല്ല. മൊത്തം രൺവീർ ഷോ ആണ് ഗൈസ്. അപ്പം ഇതെന്തായാലും എൻഡിങ് അങ്ങനെ തീർക്കാൻ പറ്റത്തുള്ളൂ, അത് വേറൊരു കേസ്. അപ്പം ഫസ്റ്റിൽ അവർ ആ ഒരു ബിൽഡപ്പ് ഉണ്ടാക്കി വെച്ചത് എനിക്ക് തോന്നുന്നു അതിൽ അക്ഷയ് കന്നയുടെ റോള് വലിയൊരു പാർട്ടാണ്. ബിക്കോസ് ഈ സിനിമ കാണാൻ വേണ്ടിയുള്ള ഒരു മോട്ടിവേഷൻ തന്നെ ആ ഒരു ഫസ്റ്റ് പടം ഉണ്ടാക്കിയ ഇമ്പാക്റ്റാണ്. സോ അതിൽ പുള്ളിയുടെ ഒരു റോൾ ഇസ് പ്രിറ്റി ബിഗ്. അപ്പോൾ എന്തായാലും പടം വാസ് എൻജോയബിൾ. ORF സീരീസ് സ്പൈ സീരീസിനൊക്കെ നല്ലൊരു കോമ്പറ്റീഷൻ കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല കളക്ഷനും വരുന്നുണ്ട്. ഗുഡ് ജോബ് ആദിത്യ ധർ. നൈസ് ഡയറക്ഷൻ ആൻഡ് ഗുഡ് റൈറ്റിംഗ്. ആൻഡ് എടുത്തു പറയാനുള്ള മ്യൂസിക്കാണ് ഗൈസ്. ഫസ്റ്റിലും സെക്കൻഡിലും മ്യൂസിക്കാണ് മെയിൻലി ഇതൊക്കെ ഈ ഒരു സീൻസ് എലവേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. പിന്നെ ക്യാമറ വർക്കും എഡിറ്റിംഗ് ഒക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി ദിസ് ഈസ് ലൈക്ക് റിയലി ഗുഡ്. നമ്മൾ തന്നെ ചില സമയത്ത് ആലോചിച്ചു ഇത്ര പ്രോപ്പറായിട്ട് സീൻസൊക്കെ എടുത്ത് അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്ത്
എടുക്കണമെങ്കിൽ ഒരു കഴിവ് തന്നെ വേണം ഗൈസ്. നല്ല രീതിയിൽ നമുക്ക് ബോറടിക്കത്തേ ഇല്ല. ഈ സ്റ്റോറി ടെല്ലിംഗ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, മനസ്സിലായല്ലേ? സോ ഹാറ്റ്സ് ഓഫ്. ലുക്കിംഗ് ഫോർവേഡ്. ഇനിയും പുള്ളിയുടെ പുതിയ പടങ്ങൾ വരട്ടെ. ലെറ്റ് സി. ഇതെന്തായാലും കിടക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് എനിക്ക് ആട് കാണാൻ പോകണം ഗൈസ്. അപ്പം ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു, ഞാൻ ഉറങ്ങാൻ പോകുന്നു. മിക്കവാറും നാളെ മറ്റന്നാളോ കൊണ്ട് ആട് 3 കാണും. ബിക്കോസ് ഷാസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ആട് ഫസ്റ്റും സെക്കൻഡും ഇഷ്ടപ്പെട്ടു. അപ്പം അവൻ പറഞ്ഞ് ഈ സീരീസ് ആദ്യം മുതൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും മുൻവിധിയൊന്നും വെക്കുന്നില്ല. ഐ വിൽ ജസ്റ്റ് ഗോ. ഞാൻ എപ്പോഴും സിനിമ കാണുമ്പോൾ ഒരു ബ്ലാങ്ക് മൈൻഡിലാണ് പോകുന്നത്. അപ്പോൾ ഇത് മറ്റേത് രണ്ടും കണ്ടെന്നുള്ളൊരിതുകൊണ്ട് എനിക്ക് ഇനി ക്യാരക്ടേഴ്സിനെ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് പരിചയപ്പെടേണ്ട ഒന്നുമില്ലല്ലോ. ജസ്റ്റ് എൻജോയ് എന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ട് ആട്. സോ അതും കൂടെ കണ്ടിട്ട് ഐ വിൽ ടെൽ യു എങ്ങനെ ഉണ്ടായതെന്നുള്ളത്. സോ ഗുഡ് നൈറ്റ് ഗൈസ്. ഞാൻ പോകുന്നു. ഇന്ന് ഭയങ്കര ടയറിങ് ഡേ ആണ്. അപ്പം എന്തായാലും കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. വല്ലവല്ലൊന്ന് ഉറങ്ങണം. ടാറ്റാ ഗൈസ്. ബൈ.